ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചേച്ചിയെ പറഞ്ഞ ദേഷ്യത്തിൽ അച്ചു രുക്കുവിനെ പിടിച്ചടിക്കുന്നുണ്ട്. അത് താങ്ങാനാവാതെ രുക്കു അച്ചുവിനോട് ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ് രുക്കു അമ്പാട്ട് വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയാണ്. അർച്ചന പിന്നെ അച്ചുവിനോട് എന്താണ് കാര്യമെന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. ഇപ്പോഴത്തെ ദേഷ്യത്തിൽ എനിക്ക് അവളെ അടിക്കേണ്ട വന്നു. ചേച്ചിയോട് മാപ്പ് പറയണ്ട എന്ന് അവൾ പറഞ്ഞു. എനിക്കത് ഒട്ടും തന്നെ ഇഷ്ടമായി, അതുകൊണ്ട് പറ്റിയതാണെന്നൊക്കെ അച്ചു പറയുന്നുണ്ട്. എന്നാൽ രുക്കു പോയത് അച്ചുവിന് ഒരുപാട് സങ്കടാവുന്നുണ്ട്. അത് അർച്ചനയോട് തുറന്നു പറയുകയാണ്. അർച്ചന അപ്പോൾ അച്ചുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നീ വിഷമിക്കണ്ട, പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിൽ അവൾ അപ്പോ അങ്ങനെയൊക്കെ ചെയ്ത് ഇറങ്ങിപ്പോയതായിരിക്കും. നിന്റെ ഒരു വിളിക്കായി അവൾ കാത്തിരിക്കുകയായിരിക്കും. നീ അവളെ ഒന്ന് വിളിക്ക്, രണ്ടുപേര് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ അർച്ചന അച്ചുവിനോട് പറയുമ്പോൾ അച്ചുവിന് അർച്ചന പറഞ്ഞതെല്ലാം ശരിയാണെന്ന് തോന്നുകയാണ്. അച്ചു എന്നിട്ട് രാത്രിയിൽ രുക്കുവിനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. എന്നാൽ രുക്കു അച്ചുവിന്റെ കോൾ കാണുന്നതും കോൾ എടുക്കാതെ ദേഷ്യത്തോടെ അങ്ങനെ തന്നെ കിടക്കുകയാണ്. എന്നാൽ രുക്കു ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ അച്ചുവിന് നല്ല വിഷമാവുന്നുണ്ട്. പിറ്റേ ദിവസം അർച്ചനയും അച്ചുവും കൂടി രുക്കുവിനെ വിളിക്കാനായി ചന്ദ്രകാന്തത്തിലേക്ക് പോവുകയാണ്. ചന്ദ്രകാന്തത്തിലെത്തുന്ന അർച്ചനയോട് വളരെ അപമര്യാദയായിട്ടാണ് ചന്ദ്ര സംസാരിക്കുന്നത്. ഇതെല്ലാം കേട്ട് നല്ല തക്ക മറുപടി തന്നെ അർച്ചനയും ചന്ദ്രയ്ക്ക് കൊടുക്കുന്നുണ്ട്. നിന്റെ വിജയേട്ടന്റെ നിയമം കണ്ട് ഞാൻ പേടിച്ച് ജീവിച്ച ഒരു കാലമുണ്ടായിരുന്നു. ഇനിയിപ്പോ പുതിയ വല്ല നിയമമുണ്ടെങ്കിൽ അമ്പാട്ടേക്ക് വന്നേരെ എന്ന് അർച്ചന ചന്ദ്രയോട് പറയുകയാണ്. ചന്ദ്രയ്ക്കാണെങ്കിൽ അർച്ചന പറയുന്നതെല്ലാം കേട്ട് ദേഷ്യം വന്നങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതോടെയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം. ബൈ, ഗുഡ് നൈറ്റ്.